ഇപ്പോൾ ജോയി എന്ന് പറയുന്ന ഒരു തൊഴിലാളിയുടെ മരണത്തിനിടയായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്ക് തന്നെയാണ്. കേട്ടില്ല? ചോദിച്ച ആൾ ഞാൻ പറഞ്ഞ കേട്ടില്ല കേട്ടോ. ജോയി എന്ന് പറയുന്ന തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദി ഈ ഇന്ത്യൻ റെയിൽവേക്ക് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ 117 മീറ്റർ ദൂരമുണ്ട്. 6 റെയിൽവേ ട്രാക്കിലൂടെയാണ് ഈ ആമയിഴഞ്ചൻ തോട് കടന്നു പോകുന്നത്. ആമയിഴഞ്ചൻ റോഡ് നമ്മുടെ തമ്പാനൂർ മെയിൻ റോഡിൽ നിന്ന് എൻ്റെ റോഡിൻ്റെ അടിയിൽ കൂടെ ഈ 6 റെയിൽവേ ട്രാക്കിൻ്റെ അടിവശത്തൂടെ കടന്നാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതവിടെ പറ്റില്ല. അന്ന് ഇതവിടെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി അവർ പരിശ്രമം ഞാൻ നടത്തിയതാണ്. അന്ന് ജില്ലാ കളക്ടർ അവരുടെ കേന്ദ്ര ഗവൺമെൻറ് സർവീസ് പോയിട്ട് റിട്ടയർ വന്ന് ജില്ലാ കളക്ടർ എന്ന് നോട്ടീസ് കൊടുക്കാൻ എവിടെ നടപടി സ്വീകരിക്കുന്നില്ല നടപടികളുണ്ട്. പക്ഷേ റെയിൽവേക്കാർ അവർ സമ്മതിക്കില്ല. ഇവിടെ ഇപ്പോൾ ഈ മലിനജലം അവിടെ അവിടെ ആക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയാണ്. അപ്പോൾ കാര്യം വളരെ ഗൗരവമാണെന്ന് കണ്ടുകൊണ്ടാണ് റെയിൽവേ അധികൃതർ ഒരു കരാറുകാരനെ ഏൽപ്പിക്കുന്നത്. ഒരു കരാറുകാരൻ കൊണ്ടുവന്ന 3 തൊഴിലാളികളാണ്. 3 തൊഴിലാളി എന്ന് വെച്ചാൽ അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ന് മാത്രമല്ല, തൊഴിലാളികളെ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യമല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ആലപ്പുഴ ജില്ലയിലെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്, ട്രെയിനിൽ നിന്നുള്ള ട്രെയിൻ തമ്പാനൂർ വന്ന് സർവീസ് അവസാനിക്കുന്ന ട്രെയിനിലുള്ള എല്ലാം എന്ന് ഞാൻ അടിയോരിട്ട് പറയുന്നു, എല്ലാ അവശിഷ്ടങ്ങളും ഈ ആമയിഴഞ്ചൻ തോട്ടിൽ ഇവിടെയാണ്. സകല അവശിഷ്ടങ്ങളും. യഥാർത്ഥത്തിൽ ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനും കൂടെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ സ്കൂബ് ഡൈവിംഗ് സെറ്റിൻ്റെ ഫയർഫോഴ്സിൻ്റെ സുഹൃത്തുക്കളും മറ്റു തൊഴിലാളികളും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ പറഞ്ഞാൽ അവർക്ക് എങ്ങനെ അവരെ നന്ദി പറയണം, എന്തുമാത്രം രൂപത്തിലുള്ള ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഓക്സിജനെല്ലാം വെച്ചുകൊണ്ട്, ഓക്സിജൻ സിലിണ്ടറെല്ലാം വെച്ചുകൊണ്ടാണല്ലോ ഇവർ ഡൈവ് ചെയ്ത് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിൽ നിന്ന് വീഴുന്ന് കട്ട പിടിച്ചിറക്കുന്ന സാധനങ്ങൾ കൊണ്ട് അത് പാറയേക്കാൾ വലിയ രൂപത്തിൽ കട്ട പിടിച്ച് കിടക്കുകയാണ്. നീങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി റെയിൽവേ തന്നെയാണ്. ഞാൻ ഇന്നലെ രാവിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം അവിടെ കൂടിയിരുന്നു. റെയിൽവേ അടക്കമുള്ള റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ വന്നില്ലായിരുന്നു, അതേ സ്ഥലത്തില്ലായിരുന്നു, മറ്റുള്ള ആൾക്കാരും വന്നിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കി. പക്ഷേ ഇപ്പം ആ സമയത്ത് തർക്കിക്കാനുള്ള സമയമല്ലായിരുന്നു. ജോയി എന്ന് പറഞ്ഞ ആ തൊഴിലാളിയെ ആ തൊഴിലാളിയുടെ വീടിൻ്റെ ഒരു പടം പാറ മേഖലയിലാണ് താമസിക്കുന്നത്. വെറും ബോർഡ് വെച്ചിട്ട് മറച്ചിട്ടുള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ ആ ദയനീയ ദാരിദ്ര്യം കൊണ്ടാണ് ഇത്തരം ജോലി ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത്. അല്ലാതെ വേറെ ആരും ഇറങ്ങില്ല. 1 മിനിറ്റ് അത്ര സ്ഥിതിയാണ്. ഇന്ത്യൻ റെയിൽവേ റെയിൽവേക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ നഷ്ടപരിഹാരം ഈ മരിച്ച കുടുംബത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അടിയന്തരമായി ഈ എന്ത് സാങ്കേതിക ആമയിഴഞ്ചനോട് വൃത്തിയാക്കേണ്ടത് എന്നുള്ള വിവരം ബന്ധപ്പെട്ട വിദഗ്ധന്മാരോട് ആലോചിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് വൃത്തിയാക്കിയിരിക്കേണ്ടതാണ്. അല്ല ബോഡി കിട്ടിയിരിക്കുന്നത് റെയിൽവേയുടെ പരിധി ഇത് കഴിഞ്ഞുള്ള സ്ഥലത്താണ്. അവിടെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥലമല്ല ഇത്. ഈ ആമയിഴഞ്ചനോട് ഇങ്ങനെ പോയ ശേഷം ഗണപതി കോവിൽ വഴി പാർവതി പുത്തനാറിൽ പോയി, പാർവതി പുത്തനാർ വഴി ആക്കുളം കായലിൽ പോയി, അതിനുശേഷം കടലിൽ പോകുന്ന, അങ്ങനെയാണ് പോകുന്നത്. ഇത് പോകുന്ന വഴിയിൽ ചെറിയ വഴികളുണ്ട് ഇതിന്. അതിൻ്റെ ഒരു സ്ഥലത്താണ് ഈ ബോഡി കയറി കിടന്നത്.
അതവിടെ അവിടെ പിന്നെ മാലിന്യം ഒരുപാടില്ലാത്തതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അല്ല ശരിയായി ഞാൻ ആ സമയത്തോടെ ഞാൻ ട്രിവാൻഡ്രത്ത് രാവിലെ പോകുന്നതാണ്. ശരിയായിരിക്കാം, മാലിന്യം പിന്നെ ഉണ്ടായിരിക്കാം. അല്ല മാലിന്യം ഇന്ന് എല്ലാ സ്ഥലത്തും ഒരു പ്രശ്നമാണല്ലോ. അതിപ്പോൾ ഇനിയിപ്പോൾ ഇത് റെയിൽവേയിൽ കുറച്ച് കൂടുതലാണ് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് മാത്രമല്ല ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാത്തതുകൊണ്ടാണ് എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ്. ഇത്രയും സംഭവവികാസം ഉണ്ടായ ശേഷം അദ്ദേഹം സ്ഥലത്ത് വന്ന് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സമയത്തും ഈ പിന്നെ ജോയി എന്ന് പറഞ്ഞ തൊഴിലാളിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതിലും രാഷ്ട്രീയം കലർത്തി പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ആക്ഷേപിക്കുവാനും നിയമസഭയിൽ നടന്ന പ്രസംഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും പിന്നെ ആ നിലയിൽ ആണ് ഇക്കാര്യത്തെ കാണുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതുവരെ അദ്ദേഹം അവിടെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല ഈ നിമിഷം വരെ. ഇന്നിപ്പോൾ ഇന്നെങ്ങനെ രാവിലെ വന്നതെന്ന് എനിക്കറിയില്ല.